ഹലോ വ്യൂവേഴ്സ്, ഇന്ന് എൻ്റെ ഒരു സാറ്റർഡേ ആണ് കാണിക്കുന്നത്. ഇന്ന് എനിക്ക് ഓഫുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഓഫുള്ള ദിവസങ്ങളിലാണ് കൂടുതലും എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഒരു ഡീപ്പ് ക്ലീനിങ് അന്നാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ബോട്ടോക്സ് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. രാവിലെ നമ്മൾ റൂമൊക്കെ അടിച്ച് ജനലൊക്കെ തുടച്ച് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം റൂം നമ്മൾ തുടയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ റൂമിൽ നിന്ന് തുടങ്ങി നമ്മൾ വീടിൻ്റെ അവിടെ ഫുള്ള് എല്ലാം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഓഫ് ഡേയ്സിലാണോ നിങ്ങൾ കൂടുതലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്? എല്ലാ ദിവസവും നമ്മൾ അടുക്കി പെറുക്കി വെക്കുന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന തിരക്കിൽ മിക്ക സാധനങ്ങളും പെറുക്കി നിരത്തുമല്ലോ. ഞാൻ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എല്ലായിടും തുടച്ച് കഴിയുമ്പോൾ നമ്മൾ ടയേർഡായി. അപ്പോൾ നമ്മൾ കുറച്ച് പേസ്ട്രിയൊക്കെ കഴിച്ചു, അങ്ങനെ റിലാക്സ് ചെയ്തു. അപ്പോൾ രാവിലെ അലക്കിയിട്ട ബെഡ്ഷീറ്റ്സൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടു. അതുകൊണ്ട് അത്രയും നല്ല ചൂടായതുകൊണ്ട് ഇതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് തുണിയൊക്കെ ഉണങ്ങി. ഈ പൂ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നി. കാര്യം ആ പച്ചപ്പിനകത്തൊരു ചുമന്ന പൂ നിൽക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. വാനമൊക്കെ ഇങ്ങനെ മൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മഴ പെയ്യുമായിരിക്കും. അതാണ് ഓടിപ്പോയി തുണിയൊക്കെ പെറുക്കിയത്. പക്ഷെ മഴയൊന്നും പെയ്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു മൂടൽ ഇന്നുണ്ടായിരുന്നേ. ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു പ്ലാവാണ്. ഇത് മറ്റേ സാധാ പ്ലാവല്ല, അതൊരു പ്രത്യേകതരം പ്ലാവാണ്. എല്ലാ സീസണിലും അതിനകത്ത് ചക്ക ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് വലുപ്പത്തിലുള്ള ചക്കയല്ല. ഇതിൽ കാണുന്നില്ലേ ആ ഒരു കളർ മാറി കിടക്കുന്ന നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന ആ ചക്കയുടെ അത്രയും വലുപ്പമാണ് ഇതിന് സ്വാഭാവികമായിട്ടും വരുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ചക്കച്ചുളയൊക്കെ കിട്ടും. പഴുപ്പിച്ചാണ് നമ്മൾ കൂടുതൽ അത് കഴിക്കുന്നത്. ഇനി വന്നതിന് ശേഷം ഞാൻ പിന്നെയും റൂം എല്ലാം ഒന്ന് അടുക്കി പറിക്കുവാണ്. എല്ലാം ഒന്ന് ഓർഡറാക്കി വെക്കും ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ. അങ്ങനെ ഒരു ചെയർ എല്ലായിടത്തും ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെയർ എനിക്കും ഉണ്ട്. ആ ചെയറിനകത്തേക്ക് സകലമാന സാധനങ്ങളും ഞാൻ വെറുക്കി അടുക്കി വയ്ക്കുക. കൈ കിട്ടുന്നതല്ല, അടുക്കി വയ്ക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് വേണ്ട സാധനങ്ങൾ മാത്രം വയ്ക്കും. പിന്നീട് കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് അവിടെ വയ്ക്കും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു റൊട്ടീന്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്, എന്തെങ്കിലും എഴുതാനായിട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ട്, ഡയറി ഉണ്ട്, ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡുണ്ട്, വെള്ളം കുടിക്കുന്ന ബോട്ടിലുണ്ട്, റിമോട്ടുണ്ട്, അത്യാവശ്യത്തിന് എടുക്കേണ്ട പേന, മൂവ്, വണ്ടിയുടെ കീ, ഇത്ര സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ തുണി വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അതായത് എവിടെ നിന്ന് ഏത് കടയിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചാലും നമുക്ക് കവർ കിട്ടുമല്ലോ. അങ്ങനത്തെ കവറെല്ലാം എടുത്ത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. പിന്നെ തുണിയൊക്കെ ഉണക്കി ഇതൊക്കെ മടക്കി അലമാരയിൽ വെച്ച് ഇതും ഈ പറഞ്ഞ പോലെ അടുക്കി വയ്ക്കും, പിന്നെ നിരത്തും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോഴത്തേക്കിനും ഉച്ചയായി. ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ ചോറ് വയ്ക്കുകയാണ്. ഈ ചോറിന് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഒന്ന് തക്കാളിക്കറിയുണ്ട്, പിന്നെ കുടമ്പുളി ഇട്ട് വെച്ച നല്ല മീൻകറി ഇന്നലത്തെയാണ്. ഇന്നലത്തെ മീൻകറി ഇന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തും ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നേ. ചില കറികളൊക്കെ ഇടുക്കിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ തന്നെ ചിലതെല്ലാം മിക്ക കറികളും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങി ഇന്ന് ബാലരാമപുരത്ത് പോവുകയാണ്. ബാലരാമപുരം കൈത്തറിയിൽ പോവുകയാണ്. എനിക്കൊരു സെറ്റ് മുണ്ടും മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത്. സെറ്റ് മുണ്ടൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ടോട്ടലി കൺഫ്യൂസ്ഡായി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാമേ, കാരണം ഒരുപാട് വിഷ്വൽസ് ഉണ്ട് അതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡിയായി. അപ്പോഴേ തന്നെ വേർക്കാനൊക്കെ തുടങ്ങി, അത്രയും ചൂടാണ്. ഇങ്ങനെ ഒരു ജാക്കറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. അങ്ങനെ ബാലരാമപുരത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ സ്ഥിരമായിട്ട് കുലുക്കി കുടിക്കുന്ന ഒരു കടയുണ്ട്. അവിടെ കയറിയിട്ട് നമ്മൾ 2 കുലുക്കി കുടിച്ചു, ഒരു ഓറഞ്ചും ഒരു ഗ്രേപ്പും. അങ്ങനെ ഈവനിങ് വന്നതിന് ശേഷം നമ്മളൊരു ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി. ഇത് അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സലാഡായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാമേ. അങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു.